അപ്പൊ താങ്കൾക്ക് സിനിമയോട് ഭയങ്കര പാഷനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലാൽബാഗ് എന്ന് പറഞ്ഞൊരു പടം മമത മോഹൻദാസിന്റെ, അതിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു. പക്ഷെ കൺട്രോളർ ആവാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ കൺട്രോളർ ആയി പോയതാണ്. ലൈൻ പ്രൊഡ്യൂസർ ആയിരുന്നു അതിന്. പിന്നെ അതിന്റെ കൺട്രോളറും ആ സെക്ഷനും കൂടെ നോക്കേണ്ടി വന്നു. പിന്നെ അതിന് ശേഷം ഞാൻ പണി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തത്. കുറേയൊക്കെ ലെങ്ത് കൂടിയിട്ട് കുറേയൊക്കെ പോയി 2 സീനിൽ വന്നു പോകുന്നുള്ളൂ. അതിൽ ആ വില്ലന്മാര് വീട്ടിൽ കയറുമ്പോൾ ആ ഗേറ്റ് അവിടെ സർവൻ്റ് ആയിട്ട് ആ ഗേറ്റ് തുറന്ന് ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് ആ പണിക്ക് കയറുന്നത്. അപ്പോൾ അവിടുത്തെ സർവൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ചെയ്തൊരു 2 പടം റിലീസാവാൻ പോകുന്നുള്ളൂ. അതിൽ ഒന്ന് ഒരു ബട്ടർഫ്ലൈ ഗേൾസിൻ്റെ ഒരു പടം, പിന്നെ ഇത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പടം. പിന്നെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഡയറക്ഷൻ ടീമിലും പ്രൊഡക്ഷൻ ടീമിലും. ആക്ടിങ് കുറവാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ആക്ടിങ് ചെയ്തു തുടങ്ങിയത്. ആക്ടിങ് ആണ് ഇഷ്ടം. പക്ഷെ ഡയറക്ഷൻ സൈഡിൽ എപ്പോഴും ഉണ്ടാവണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ കൊറിയോഗ്രാഫിയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് 2 പടങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കൊറിയോഗ്രാഫി. വേറെ കൊറിയോഗ്രാഫർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിനിമയുടെ വരുന്ന മലബാർ ടൈൽസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നെയിം കൊടുക്കാൻ ഒരു കാരണം? മെയിൻലി ബിക്കോസ് ഈ 5 സ്റ്റോറീസും നടക്കുന്നത് ഇറ്റ്സ് വെരി ലൈക്ക് കേരളത്തിന്റെ കഥകളായിട്ട് മാത്രമേ അതിന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടുത്തെ 5 വീടുണ്ട്, 5 വേറെ വേറെ ടൈപ്പുള്ള വീടിന്റെ ഉള്ളിലത്തെ കഥകളാണ്. പുറത്ത് വരാത്ത കഥകൾ എന്നും പറയാം. സോഷ്യലി റെലവെന്റ് ആണ്. ആൻഡ് സോ മലബാർ ഏരിയ ലൈക്ക് നമ്മൾ കോഴിക്കോട്, മെയിൻലി കോഴിക്കോടിലാണ് എല്ലാം ഷൂട്ട് ചെയ്തത്. സെറ്റിംഗ് മാറുന്നുണ്ട്, കണ്ണൂർ ഇതൊക്കെ ആവുന്നുണ്ട്. പക്ഷേ ദാറ്റ് മലബാറിന്റെ ഒരു ഫീൽ ഉണ്ട് ആ എല്ലാ സ്റ്റോറീസും. ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ട് അതിൽ. And then stories and tales ആ ഒരു സിസ്റ്റമിൽ അത് മലബാറിന്റെ കഥകൾ മലബാർ ടേൽസ്. ഒരു ടൈം പീരീഡ് ഈ ഒരു കാലഘട്ടത്തിലാണോ കാണിക്കുന്നത്? യെസ് ഈ ഒരു കാലഘട്ടം. ഇറ്റ്സ് വെരി റെലവെന്റ് ടു നൗ. അപ്പോൾ റീസെന്റ് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോ കൊച്ചിയിലായിരുന്നെങ്കിൽ പെട്ടെന്ന് സിനിമയിൽ കയറിയാനെ. ആളുടെ വീട് മലബാർ ഭാഗത്താണ്. അപ്പൊ അതിനെ പറ്റി നിങ്ങൾ മലബാറുകാരാണല്ലോ. കൊച്ചിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ നമുക്ക് ആ ഏരിയയിലുള്ളവർക്ക് കണക്ഷൻ കിട്ടൂല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാനുള്ള അവസരങ്ങളുണ്ട്. അപ്പം ഞാനാണെങ്കിലും ഇപ്പൊ ഒരു 14 വർഷമായിട്ട് ഞാൻ കൊച്ചിയിൽ തന്നെയാണ്. ഞാൻ പൊന്നാനിയാണ് പ്രോപ്പർ. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കൂടുതൽ ആൾക്കാരെ നേരിട്ട് മീറ്റ് ചെയ്യാനും ചാൻസ് ചോദിക്കാനാണെങ്കിൽ പോലും ഇവിടെ നടക്കുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഫോണിൽ വിളിച്ച് ചാൻസ് ചോദിച്ചാലൊന്നും ആരും തരുന്നില്ല. ഇവിടെ നേരിട്ട് വെച്ചിട്ട് തന്നെ കിട്ടുന്നില്ല. പിന്നെ താങ്കൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത്, പക്ഷെ ആ ഒരു ഇൻഫ്ലുവൻസർ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലി ഉള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു രീതിയിലുള്ള ഐ മീൻ ഓണസ്റ്റ്ലി ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കോഴിക്കോട് നിന്ന് കുറെ ഫിലിം ഗ്രൂപ്പ്സ് പടം എടുക്കുന്നുണ്ട്. നോട്ട് ജസ്റ്റ് കോഴിക്കോട്, കൊയിലാണ്ടി ഭാഗം, മലപ്പുറം സൈഡ് എല്ലാം ഉണ്ട്. ബട്ട് ഐ തിങ്ക് കൊച്ചി ഉണ്ട്. കൊച്ചി ഇസ് ലൈക്ക് ദ മുംബൈ ഓഫ് കേരള. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബാക്കി സിറ്റീസിനും ഭയങ്കരമായിട്ട് ഇപ്പോൾ റൈസിങ് സ്റ്റാർസ് ഉണ്ട്. അവിടെ നിന്ന് തന്നെ മൊത്തം പടം എടുക്കുന്നുണ്ട്. കൊച്ചിയിലെ ടീംസും കൊച്ചിയിലേക്ക് വരാത്ത തന്നെ പടം എടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് പോസിബിൾ. ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിത്തിങ് ഇസ് നോട്ട് പോസിബിൾ. ഏതൊക്കെ പടം നല്ലതാണ് അതാണ് അതൊക്കെ ദാറ്റ്സ് അപ്പ് ടു ദി ഓഡിയൻസ് ലൈക്ക് ദാറ്റ്. അല്ല, ഇപ്പോൾ ഈ ഒരു സിനിമയിൽ അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ? ചെറിയ രീതിയിലൊക്കെ വരാം. അല്ല, എനിക്ക് തോന്നിയത് നിങ്ങൾ അത്ര റെലവന്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ 5 സ്റ്റോറീസിലും അങ്ങനെ എന്തെങ്കിലും പൊളിറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, ഇഫ് നോട്ട് ഓൾ 5 2-3 ഉണ്ട് ചർച്ച ചെയ്യപ്പെടാൻ ചെറുതായിട്ടുണ്ട്. അത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അത് ഇനി വരുമ്പോ ആൾക്കാരെങ്ങനെ വളച്ചൊടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പേടിയുണ്ടോ? അങ്ങനൊന്നുമില്ല. സിനിമയാണ്. I know, but it's like സത്യാവസ്ഥ. ഒരാൾ ട്രൂ ഇൻസിഡന്റ് നമ്മുടെ അടുത്ത് ട്രൂ സ്റ്റോറി പറയുമ്പോൾ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എഴുതാണ്ട് നമുക്ക് ആ പടം എടുക്കാമല്ലോ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്.